അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? പ്ലാനാർ ഗ്രാഫിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ? അതായത് ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ഗ്രാഫിനെയാണ് നമ്മൾ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയും. പ്ലെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്ജുകൾ ഇന്റർസെക്ട് ചെയ്യാത്ത ഗ്രാഫിനെയാണ് നമ്മൾ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയും. പിന്നുള്ളത് സ്ഫെറിക്കൽ എംബഡിങ് ഓഫ് എ ഗ്രാഫ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും ഒരു സ്ഫിയറിൽ ഒരു ഗ്രാഫിനെ വരയ്ക്കാൻ കഴിയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്യാതെ എഡ്ജുകൾ അല്ലേ? അതുപോലെ തന്നെ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ, അതായത് ഒരു സ്ഫെറിക്കൽ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു സ്ഫിയറിലുള്ള ഗ്രാഫിനെ അതിൻ്റെ ടാൻജന്റ് പ്ലെയിനിലേക്ക് വരയ്ക്കുക. അവിടെ നോർത്ത് പോൾ ഫിക്സഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മാപ്പിനെയാണ്, അതിനെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മാപ്പിനെയാണ് നമ്മൾ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓയിലർ ഫോർമുല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടുകൾ, കൊറോളറികൾ. ഓക്കെ, അപ്പം എന്താണ് ഓയിലർ ഫോർമുല? അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പ് എന്നും എമ്മും എന്താന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ ഒരു ഇറ്റാലിയൻ എഫ് ഉണ്ട്. ഇറ്റാലിയൻ രീതിയിലുള്ള എഫ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവല്. ചില രീതിയിൽ ഇങ്ങനെ എഴുതാറുണ്ട്, ചിലത് ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും അതിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പ്ലാനാർ ഗ്രാഫിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിനെയും അങ്ങനെ ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് ഫേസുകൾ അല്ലേ? ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്, പുറത്തുള്ളത് വേറൊരു ഫേസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഫേസസ് ആണ് ഈ ഇറ്റാലിയൻ എഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓയിലർ ഫോർമുല എന്ന് നോക്കാം. ഒരു കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാനാർ ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനും ഇത് പോസിബിൾ ആണ്. കാരണം പ്ലാനാർ ഗ്രാഫ് ജി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഗ്രാഫ് ഉണ്ടാവും. ഈ പ്ലെയിൻ ഗ്രാഫിന്റെ മുകളിൽ ഇത് ഓക്കെ ആണ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്ലെയിൻ ഗ്രാഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n മൈനസ് എം പ്ലസ് എഫ്, എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ്, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്. n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു 2 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ്, എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ്, എഫ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ എഫ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫേസസ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് പ്രൂഫ് എന്നുള്ളതാണ്. പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് യൂസിങ് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ഏതിൻ്റെ മുകളിൽ? ഫേസിൻ്റെ മുകളിൽ. ഓക്കെ, ആദ്യം നമ്മൾ ഫേസ് ഈക്വൽ ടു എന്ത് എടുക്കണം? സപ്പോസ് ഫേസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈ അങ്ങനെയാണ് ഫേസ് ഈക്വൽ ടു 1 എന്ന് എടുത്തു. ഓക്കെ, ഈക്വൽ ടു 1. ഫേസ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് അങ്ങനെയാണ് എങ്കിൽ അത് എന്തായിരിക്കും? ജി എന്തായിരിക്കും? ബിക്കം എ ട്രീ ആയിരിക്കും. ഒറ്റ ഫേസ് ആണ് എങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അല്ലേ? അപ്പൊ ട്രീ ആണ് എങ്കിൽ ട്രീന്റെ പ്രത്യേകത എന്താ? ട്രീന്റെ സൈസ് എന്തായിരിക്കും? എം എപ്പോഴും n മൈനസ് 1 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സോ n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n തന്നെ മൈനസ് എമ്മിന്റെ സ്ഥാനത്ത്
n മൈനസ് 1 പ്ലസ് എഫ് എന്താണ് ഗിവൺ ആണ് 1 ആണ് ഈക്വൽ ടു n മൈനസ് n ക്യാൻസൽ മൈനസ് 1 മൈനസ് 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, അത് ട്രൂ ആയി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സപ്പോസ് ചെയ്യാണ് എന്ത് ഇത് ട്രൂ ആണ്, ഈ ഇക്വേഷൻ ട്രൂ ആണ്. ഏതിന് ട്രൂ ആണ്? ഫോർ എഫ് മൈനസ് 1 നമ്പർ ഓഫ് ഫേസസിനൊക്കെ ഇത് ട്രൂ ആണ് എടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് അസ്യൂം ചെയ്യാന് ഒരു ജിക്ക് എന്തുണ്ട്? എഫ് ഫേസസ് ഉണ്ട് എടുത്തു. ഓക്കെ, ഫേസസ് ഉണ്ട് അങ്ങനെ എഫ് ഫേസസ് ഉണ്ട്. അങ്ങനെ ആകുമ്പം ഇത് എഫ് ഫേസസ് ഉണ്ട് എങ്കിൽ ജി കണ്ടെയ്ൻ ചെയ്യും. എന്ത് കണ്ടെയ്ൻ? കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ്, റീജിയനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയാം. അങ്ങനെ എടുക്കുന്നതിന്. അപ്പം ഒരു ജിയിൽ എഫ് എപ്പോഴും ഇവിടെ എഫ് ഈക്വൽ ടു ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാൽ മാത്രമേ ഇത് പോസിബിലിറ്റി ഉള്ളൂ. അപ്പം ജി എന്ന് പറയുന്നത് എഫ് ഫേസസ് ഉണ്ട്, എഫ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെ വരുമ്പം ജി ഒരിക്കലും എന്തല്ല? നോട്ട് ട്രീ അല്ല. ട്രീ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ സൈക്കിൾ ഇൻ ജി. സൈക്കിൾ എങ്കിലും ഉണ്ടാവും ഇൻ ജി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ലെറ്റ് ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. ഈ എഡ്ജ് ഏതിൻ്റെ ആണ്? സൈക്കിൾ സി. സൈക്കിൾ സിന്റെ എഡ്ജ് ആണെന്ന് വിചാരിക്കാം, എഡ്ജ് ഓഫ് സി. അങ്ങനെയാണ് എങ്കിൽ ഈ എഡ്ജ് ഈ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഫേസുകൾ ഉണ്ട് വിചാരിക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു സൈക്കിൾ ആണ് എങ്കിൽ നമുക്കറിയാം ഒരു എഡ്ജ് രണ്ട് ഫേസിൽ ഈ എഡ്ജ് ആണെങ്കിൽ ഈ സൈക്കിളിലും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇതൊരു ഫേസ് ആണ്, ഇപ്പുറത്ത് എക്സ്റ്റീരിയറും ഒരു ഫേസ് ആണ്. അപ്പൊ ഇത് രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു ഫേസ് ഉണ്ട് എന്ന് വിചാരിക്കുക, അവിടെ എക്സ്റ്റേണൽ അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ എഡ്ജ് രണ്ടിന്റെയും ഡിഗ്രിയിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ രണ്ടിലും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കുഞ്ഞാപ്പാണ്. ഈ എഡ്ജ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഈ F1 F2 എന്തായി മാറും? ഒറ്റ ഫേസ് ആയി മാറും, സിംഗിൾ ഫേസ് ആയി മാറും അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഫേസിൽ കണ്ടെയ്ൻ ചെയ്യും, സേ ദാറ്റ് F1 ആൻഡ് F2. അങ്ങനെയാണ് എങ്കിൽ ജി എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ജി ഇ എന്ന് പറയുന്നത് സിയിലെ ഒരു സൈക്കിളിലെ എഡ്ജാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ജി മൈനസ് ഇ ഒരിക്കലും ഡിസ്കണക്റ്റഡ് ആവില്ല. കാരണം എന്തുകൊണ്ട്? സൈക്കിളിലെ എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ ഡിസ്കണക്റ്റ് ആവില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജി മൈനസ് ഇയിലുള്ള ഗ്രാഫ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ സൈക്കിൾ അങ്ങ് പോകും അല്ലെ? ഈ ഇ എന്ന് പറയുന്ന എഡ്ജ് അങ്ങ് പോകും. ഈ എഡ്ജ് അങ്ങ് പോകുമ്പോൾ എന്തായി മാറി? ഈ ഫേസ് F1 F2 എന്തായി മാറി? ബിക്കം എ സിംഗിൾ ഫേസ് ആയി മാറി. ഓക്കെ, സിംഗിൾ ഫേസ്. അങ്ങനെ ആകുമ്പം ജി മൈനസ് ഇ എന്ന് പറയുന്ന കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ്. ഓക്കെ, ഇതെന്താണ്? കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് പറയാൻ കാരണം? ഇ എന്ന് പറയുന്ന ഒരു സൈക്കിളിലെ ഗ്രാഫാണ് അല്ലേ? ഇത് അവിടെ തന്നെ നോക്കാം. ഈ സൈക്കിളിന് ഈ ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കണക്റ്റഡ് തന്നെയാണ്. ഇതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് തന്നെ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഫേസ് എത്ര ഫേസ് ആയിരിക്കും? F-1 ഫേസ് അല്ലേ? ആണ്. സോ നമ്മളുടെ എക്സിസ്റ്റ് ചെയ്യും. എന്താണ് എക്സിസ്റ്റ് ചെയ്യുക? ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യും. കാരണം F-1 അത് പോസിബിൾ ആണ് എന്ന് പറഞ്ഞത്. അതായത് n മൈനസ് ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് M-1 അല്ലേ? പിന്നെ പ്ലസ് ഫേസ് എത്ര ഉണ്ടാകുക? F-1 ഫേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.
ഇത് ട്രൂ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാൽ മതി. എൻ മൈനസ് എം മൈനസ് മൈനസ് പ്ലസ് 1 അല്ലേ, പ്ലസ് എഫ് മൈനസ് 1 ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 1 അങ്ങനെ തന്നെ അല്ലേ, 1 minus 1 cancel, that is equal to f equal to 2. This is the proof. Any doubt? ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊറോളറികളാണ്. ഒരു പ്ലെയിൻ എംബഡിങ് എടുത്തു, ഒരു ഗ്രാഫിന്റെ പ്ലാനാർ ഗ്രാഫിന്റെ പ്ലെയിൻ എംബഡിങ് എടുത്തു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് കൊറോളറി പറയുന്നതിന് മുമ്പേ ഓയിലർ ഫോർമുല നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചേക്കണം. ഇതിൽ നിന്നും പലതരത്തിലുള്ള ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു 2, ഇതിൽ നിന്നും എഫ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്തെന്നുണ്ടാക്കാൻ പറ്റും, എഫ് ഈക്വൽ ടു m മൈനസ് n പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ m ഈക്വൽ ടു എന്നും പറഞ്ഞിട്ടുണ്ടാക്കാം. m ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n പ്ലസ് എഫ് മൈനസ് 2, ഇങ്ങനെ n ഈക്വൽ ടു എന്നും പറഞ്ഞിട്ടുണ്ടാക്കാം. n ഈക്വൽ ടു മൊത്തം പുറത്ത് കൊണ്ടുവന്നാൽ m മൈനസ് എഫ് പ്ലസ് 2 അല്ലേ. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനാണ് ഇവിടെ കാതലായ കാര്യം. ഓക്കെ, ഇവിടൊക്കെ അതാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു പ്ലനാർ ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിലും, ഒരു ഗ്രാഫ് എടുത്തു അത് പ്ലനാർ ആണ്, അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ പ്ലെയിൻ എംബഡിങ് ഉണ്ടാവും. അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ ഗ്രാഫ് ഉണ്ടാവും അല്ലേ. ഞാൻ എടുത്തു, പ്രൂഫാണ് കേട്ടോ, എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ. അതായത് ജി എന്ന് പറയുന്ന ഒരു പ്ലനാർ ഗ്രാഫ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ പ്ലനാർ ഗ്രാഫിന്റെ ഏതൊരു പ്ലെയിൻ എംബഡിങ് എടുത്താലും അതിലുള്ള നമ്പർ ഓഫ് ഫേസസ് സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്പർ ഓഫ് ഫേസസ് സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ജി പ്ലനാർ ആണ് എങ്കിൽ ജി ഡാഷ് ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ എംബഡിങ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ പ്ലെയിൻ എംബഡിങ് എന്ന് പറയുന്നത് ജി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് എന്ത് എക്സിസ്റ്റ് ചെയ്യും, ഓയിലർ ഫോർമുല പ്രകാരം എന്ത് എക്സിസ്റ്റ് ചെയ്യും, ബൈ ഓയിലർ ഫോർമുല കാരണം ഇത് എക്സിസ്റ്റ് ചെയ്യും n മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു 2. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഫേസ് ആണ് സെയിം ആണെന്ന് പറയേണ്ടത്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എന്തായി മാറി, എം മൈനസ് n പ്ലസ് 2. ഇവിടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എമ്മും എന്നും ആണ് എന്ത്, നമ്പർ ഓഫ് വെർട്ടിസസും നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി. അപ്പം അതൊരിക്കലും മാറുന്നുണ്ടോ, ഇല്ല അല്ലേ. എഫ് ഡിപ്പെൻഡ് അപ്പോൺ, കാരണം 2 കോൺസ്റ്റന്റ് ആണ്, എഫ് ഡിപ്പെൻഡ് അപ്പോൺ എം ആൻഡ് എൻ. ദെർഫോർ എല്ലാ ഫേസിന്റെയും അല്ലെങ്കിൽ എല്ലാ പ്ലെയിൻ എംബഡിങ്, ഈ ഗ്രാഫിന്റെ ഏത് പ്ലെയിൻ എംബഡിങ് എടുത്താലും അതിന്റെ നമ്പർ ഓഫ് ഫേസസ് സെയിം ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്ത ഒരു കൊറോളറി. ഇതിൽ നിന്നും പലതരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്ലനാർ ഗ്രാഫ് ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, 3 വെർട്ടിസസ്. അങ്ങനെയാണ് എങ്കിൽ എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6. ഓക്കെ, എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6. ഓക്കെ, അപ്പോൾ
ജി എന്താണ്? സിമ്പിൾ പ്ലാനാർ ഗ്രാഫാണ്. ഓക്കെ, പ്രൂഫ്. അങ്ങനെ ജി പ്ലനാർ ആണ്. അങ്ങനെയാണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഗ്രാഫ് ഉണ്ടാവും അല്ലേ? പ്ലെയിൻ എംബഡിങ് ഉണ്ടാവും. അതിനെ ഞാൻ ജി ഡാഷ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഓയിലർ ഫോർമുല പ്രകാരം എൻ മൈനസ് അല്ലേ? അതായത് ഇതിന്റെ പ്രത്യേകത എന്താണ്? എം ഓഫ് ജിയും ഈക്വൽ ടു എം ഓഫ് ജി ഡാഷ് ആയിരിക്കും. അതുപോലെ തന്നെ എൻ ഓഫ് ജി ഈക്വൽ ടു തന്നെ ആയിരിക്കും, എൻ ഓഫ് ജി ഡാഷ് ആയിരിക്കും. രണ്ടും സെയിം തന്നെ വരിക, കാരണം രണ്ടിന്റെ പ്ലെയിൻ നമ്പറിന്റെ ഇതിന്റെ, കാരണം ജി ഡാഷ് പ്ലെയിൻ ഗ്രാഫ് ആണെന്നേ ഉള്ളൂ ഇതിന്റെ ജിയുടെ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഇതിൽ നിന്നും എൻ ഓഫ് ജി ഡാഷ് എന്ത് കിട്ടി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. കാരണം എൻ ഓഫ് ജി എന്താണ്? ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം 3 അതിലധികമോ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി ഇതിൽ നിന്നും എൻ ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 3 വെർട്ടിസസ് ഉണ്ട് എന്ന് പറയുമ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ഫേസിന്റെ ഡിഗ്രി മിനിമം എത്ര ഉണ്ടായിരിക്കും? 3 വെർട്ടെക്സുകൾ ഉണ്ട് എങ്കിൽ അല്ലേ, ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഗ്രാഫ് ഉണ്ടാവുക ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക, പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ. അപ്പൊ ഒരു ഫേസ് മിനിമം 3 ഉണ്ടാവും അല്ലേ? അങ്ങനെ വരുമ്പോൾ ഡിഗ്രി ഓഫ് ഫേസ് എഫ് ഈക്വൽ ടു എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഫേസ് ഓഫ് ജി, ജി ഡാഷ്, ജി അല്ല ജി ഡാഷ്, ഇതിന്റെ എല്ലാ ഫേസസും ആണെന്ന് വിചാരിക്കുക. എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫേസസ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ മുമ്പ് ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡി എഫ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് സിഗ്മ എഫ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ്, ഡിഗ്രി ഓഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു എത്ര എഫ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ട്, എത്ര ഫേസുകൾ ഉണ്ട് വെച്ചാൽ ഇറ്റാലിക് എഫ് ഫേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ 3 ഇൻറ്റു ഇറ്റാലിയൻ എഫ് അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ എഫ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഇൻറ്റു ഡി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 2m ആണ് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു എഫ്. ഇനി എഫ് എന്താന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലർ ഫോർമുലയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എം മൈനസ് എൻ പ്ലസ് 2 അല്ലേ? ഇതിന്ന് ഉണ്ടാക്കാം. ഓക്കെ, 2m greater than or equal to 3f അല്ലേ? ലെസ് ദാൻ? ഓ ഐ എം സോറി, യാ വെരി ഗുഡ്. 2m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? കാരണം ഡി സിഗ്മ എഫ് ബിലോങ്സ് ടു എഫ്, ഡി എഫ് എന്ന് പറയുന്നതാണ് 2m. ഓക്കെ, നമ്മൾ പഠിച്ച റിസൾട്ട്. ഇത് വിച്ച് ഇംപ്ലൈസ് 2m ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു എഫിന്റെ സ്ഥാനത്ത് m മൈനസ് എൻ പ്ലസ് 2 അപ്ലൈ ചെയ്യാം അല്ലേ? ഓ, ഒന്ന് പേജ് അധികം കൊടുക്കണം. ഓക്കെ, അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈ 2m ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3m മൈനസ് 3n ഓക്കെ പ്ലസ് 6. ഇനി ഈ 3m എവിടെ നിർത്തുക? മൈനസ് 3n പ്ലസ് 6 ഈക്വൽ ടു ഇതാ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്കും കൊണ്ടുവരിക, 2m അപ്പുറത്തേക്കും കൊണ്ടുപോകുക. അപ്പൊ എന്താ കിട്ടുക? മൈനസ് ഇവിടെ എത്തുമ്പം പ്ലസ് ആവും 3n മൈനസ് 6 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3m മൈനസ് 2m. എന്താ ആൻസർ ആയി കഴിഞ്ഞു? 3n മൈനസ് 6 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3m മൈനസ് 2m എന്ന് പറഞ്ഞാൽ m, ദാറ്റ് ഈസ് ഈക്വൽ ടു m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6. ആൻസർ ഓക്കെ ആണോ അല്ലേ?
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ക്വസ്റ്റ്യനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇഫ് ജി സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ്, then m എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആ കൊറോളർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ചോദിക്കലുണ്ട് കേട്ടോ. പല പ്രാവശ്യങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ പീറ്റേഴ്സന്റെ ചോദിക്കും, അല്ലെങ്കിൽ ഇത് ചോദിക്കും. ഓക്കെ, ഇതാണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ട് ജി എന്താണ്? ജി എൻ ഓഫ് ജി ഈക്വൽ ടു എന്താണ്? 11 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 അല്ലേ? ഇനി നമുക്ക് എന്താണ്? ഇത് നോൺ പ്ലനാർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്ലനാർ ആണ് എങ്കിൽ എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ സപ്പോസ് ചെയ്യാം, സപ്പോസ് ജി ഈസ് പ്ലനാർ. ഓക്കെ, ഓക്കെ, ജി പ്ലനാർ ആണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് പറയാൻ പറ്റും 3m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 അല്ലേ? വിച്ച് ഇംപ്ലൈസ് ഓക്കെ. ഇനി എം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 into 11 minus 6, that is equal to 33. 33 minus 6 27 കിട്ടും അല്ലേ? ഇതൊക്കെ ആണല്ലോ. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? കോംപ്ലിമെന്റ് ആണ് കേട്ടോ പറഞ്ഞത്. കോംപ്ലിമെന്റ് ഓഫ് എ, ഇവിടെ ശ്രദ്ധിക്കണേ, ഷോ ദാറ്റ് കോംപ്ലിമെന്റ് ഓഫ് എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് വിത്ത് 11 വെർട്ടിസസ്. ഇനി കോംപ്ലിമെന്റിന്റെ പ്രത്യേകത എന്താണ്? എൻ ഓഫ് ജി തന്നെ ആയിരിക്കും, 11 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ജി ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺസിഡർ ജി കോംപ്ലിമെന്റ് എടുത്തു. ഇഫ് ജി കോംപ്ലിമെന്റ് ഈസ് പ്ലനാർ, നോൺ പ്ലനാർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്ലനാർ എടുത്തു. അങ്ങനെയാണ് എങ്കിൽ then m is less than or equal to 3n minus 3n of g complement, അല്ലെങ്കിൽ m of g complement, ഇത് m of g ആണ് കേട്ടോ. ഓക്കെ, m of g complement is less than or equal to 3n minus 6, that is equal to same തന്നെ 3 into 11 minus 6, that is equal to 27. നമുക്കറിയാം എം ഓഫ് ജി പ്ലസ് എം ഓഫ് ജി കോംപ്ലിമെന്റ് എന്തായിരുന്നു? ഫസ്റ്റത്തതിൽ കംപ്ലീറ്റ് ഗ്രാഫാണ്. കോംപ്ലിമെന്റ്, ഒരു ഗ്രാഫിന്റെ കോംപ്ലിമെന്റും ഗ്രാഫും കൂടി ചേർന്നാൽ എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫാണ് കിട്ടുക അല്ലെ? അതായത് എം ഓഫ് ജി പ്ലസ് എം ഓഫ് ജി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? എം ഓഫ് കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെ 11 വെർട്ടീസസ് ഉണ്ട്. എം ഓഫ് കെ 11. ഓക്കെ, ഇത് എപ്പോഴും പക്ഷേ എം ഓഫ് ജി പ്ലസ് എം ഓഫ് ജി എം ഓഫ് ജി പ്ലസ് എം ഓഫ് ജി കോംപ്ലിമെന്റ് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 27 പ്ലസ് 27, ദാറ്റ് ഈസ് എന്താണ് വരിക? 54 അല്ലേ? ഇനി
നമ്മളുടെ ഈ റിസൾട്ട് ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂള് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നതാണ്. കംപ്ലീറ്റ് ഗ്രാഫിന്റെ അവിടെ കേട്ടോ. അതായത് ഒരു ഗ്രാഫും അതിന്റെ കോംപ്ലിമെന്റും കൂടി ചേർന്നാൽ കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കും. ഇനി കംപ്ലീറ്റ് ഗ്രാഫിന്റെ എഡ്ജസിന്റെ എണ്ണം എങ്ങനെയായിരുന്നു? കെ എന്നിന്റെ എം ഓഫ് കെ എൻ എങ്ങനെയാ കിട്ടുക? എൻ ഇൻറ്റു എൻ മൈനസ് 1/2 അല്ലേ? ഇതാണ് അതിന്റെ എഡ്ജസിന്റെ എണ്ണം. അപ്പം ഇവിടെ എൻ എന്ന് പറയുന്നത് 11 ഇൻറ്റു 10/2. 2 നോട്ട് 10 ഡിവൈഡ് ചെയ്താൽ 5. അപ്പൊ യു വിൽ ഗെറ്റ് 55. ദാറ്റ് ഈസ് 55 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. മോളത്തെ കൺസെപ്റ്റ്സ് പ്രകാരം ഇത് ഈക്വൽ ആണ്. അപ്പൊ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 54. കോൺട്രഡിക്റ്റിംഗ് അവർ അസംഷൻ. നമ്മളുടെ അസംഷൻ എന്താണ്? നമ്മളുടെ അസംഷൻ എന്താണ്? ജി കോംപ്ലിമെന്റ് ഈസ് പ്ലാനാർ. സോ ജി കോംപ്ലിമെന്റ് ഈസ് നോൺ പ്ലാനാർ ഗ്രാഫ്. ഓക്കെ, അതിന് എന്തെങ്കിലും ഡൗട്ട്? ലക്ഷ്മി ഉണ്ടോ? ലക്ഷ്മി ഇല്ല. ആയിഷ ഷെറീൻ ഓക്കെ ആണ്. ഓക്കെ. അടുത്തത് ഏതൊരു സിമ്പിൾ ഗ്രാഫ് എടുത്താലും, എങ്ങനത്തെ സിമ്പിൾ ഗ്രാഫ്? പ്ലാനർ ആയിട്ടുള്ള ഏതൊരു സിമ്പിൾ ഗ്രാഫ് എടുത്തിട്ടുണ്ട് അതിന്റെ മിനിമം ഡിഗ്രി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ഗ്രാഫ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഓക്കെ, പ്രൂഫ് പ്ലാനർ ആവണേ, പ്ലാനർ എന്നുള്ള കൺസെപ്റ്റ് വേണം. അപ്പം നമുക്കറിയാം n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് എങ്കിൽ, ഞാൻ എടുത്തതാണ്, നമ്പർ ഓഫ് വെർട്ടിസസ് 6 ആണ് എങ്കിൽ എപ്പോഴും മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് 5 വരുള്ളൂ. ഒരു വെർട്ടെക്സ് പോകും, ബാക്കി 5 വെർട്ടെക്സിലേക്ക് എന്തുണ്ടാവും? എഡ്ജുകൾ പോവുള്ളൂ. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്ന മാക്സിമം പോയാൽ 5 പോവുള്ളൂ. 5 വെർട്ടെക്സ്, 6 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ മിനിമം ഡിഗ്രി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരിക്കും ഡെൽറ്റ ക്യാപ് മാക്സിമം ഡിഗ്രി, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇനി നമ്മൾ ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, 7 കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഹലോ, 7 കൂടുതലാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? സിമ്പിൾ പ്ലാനർ ഗ്രാഫ് ആണ്. അപ്പൊ n എന്തായിരിക്കും? ഇതുമാണ്. അതായത് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, പ്ലാനർ ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? m ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാകുമ്പോ ഡെൽറ്റ ഇൻറ്റു n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പ്രത്യേകം ശ്രദ്ധിക്കണേ, ഡെൽറ്റ ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n വെർട്ടെക്സ് ഉണ്ട്, മിനിമം ഡിഗ്രി എപ്പോഴും ചെറുതായിരിക്കും. എന്തിനേയും കാട്ടിലും ചെറുതായിരിക്കും? ഡിഗ്രിനെയും കാട്ടിലും, ഇതിന്റെ ഡിഗ്രിന്റെ സമ്മിനെയും കാട്ടിലും അല്ലെ? വെർട്ടെക്സ് ഓഫ് ജി, ഏതൊരു വെർട്ടെക്സിന്റെ മിനിമം ഡിഗ്രിനെ കൊണ്ട് n വെർട്ടെക്സ് ഉണ്ട്, n വെർട്ടെക്സിന്റെ ഡിഗ്രികളുടെ സമ്മും മിനിമം ഡിഗ്രി എടുത്ത് അതിനെ കൊണ്ട് n പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് എന്താണ്? ലെസ് ദാൻ ആയിരിക്കും. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഓക്കെ അല്ലേ? പക്ഷെ ഇതെന്താണ്? ഡിഗ്രി, സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് 2m ആണ്. ഇനി 2m എന്ന് ഉള്ളിടത്ത് m ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ്
6. That is 2 into 3n minus 6. ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യാണ്. ഡെൽറ്റ ഇൻറ്റു എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into 3 6n minus 12 അല്ലേ? ഓക്കെ, ഇനി ഈ 6n അപ്പുറത്തെ കൊണ്ടുപോകാം. അപ്പൊ എന്താ കിട്ടുക? വിച്ച് ഇംപ്ലൈസ് അല്ലേ, ഡെൽറ്റ n minus 6n is less than or equal to 12, which implies n പുറത്തെടുക്കുക, n into delta minus 6 less than or equal to minus 12 ആണ്, minus 12. അപ്പൊ n ഒരിക്കലും എന്തല്ല, നെഗറ്റീവ് ആവില്ല. ദാറ്റ് ഈസ് വിച്ച് ഈസ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ ആരെ നെഗറ്റീവ് ആവുള്ളൂ? ഇതേ നെഗറ്റീവ് ആവും. ഇത് നെഗറ്റീവ് ആകാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഡെൽറ്റ മൈനസ് 6 നെഗറ്റീവ് ആകാന്ന് പറയുമ്പോൾ ഡെൽറ്റ 6-നേക്കാട്ടിലും കുറവാണ്. അതായത് 6-നേക്കാട്ടിലും കുറവെന്ന് വെച്ചാൽ 5 അതിന്റെ താഴെയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കും. അടുത്തത് ചെയ്യാം. ഇനി ഇത് കൂടി കഴിഞ്ഞാൽ 2 റിസൾട്ട് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ 2 റിസൾട്ട് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റിസൾട്ടാണ്. ഒരു ഗത്ത് എന്നല്ല, ഗത്ത് എന്നാണ് പറയാ. ഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഒരു ഗ്രാഫിന്റെ സൈക്കിളിൽ ഏറ്റവും കുറഞ്ഞ ലെങ്ത് ഉള്ള സൈക്കിളിന്റെ ആ ലെങ്തിനെയാണ്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് സൈക്കിളിന്റെ ലെങ്തിനെയാണ് എന്ന് പറയാം, എന്ന് പറയാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ എഴുതിയിട്ടുണ്ട് തോന്നുന്നു ഫസ്റ്റ്. അതായത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സൈക്കിളിന്റെ ഷോർട്ടസ്റ്റ് ലെങ്ത്, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ഉള്ള സൈക്കിളിന്റെ ലെങ്തിനെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ കേനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജി എന്ന് പറയുന്നത് പ്ലെയിൻ ഗ്രാഫ് ആണ് വിത്ത് 3 വെർട്ടിസസ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു n മൈനസ് 2 ബൈ കെ മൈനസ് 2 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് പ്രൂഫ്. ഇതിനൊക്കെ ഓയിലർ ഫോർമുല തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, കൺസെപ്റ്റ്സ്. ഓക്കെ, ഇവിടെ ഞാൻ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറയുമ്പം, കാരണം എല്ലാ സൈക്കിളുകളും ഒരു ഫേസായി മാറും. ഒരു ഗ്രാഫിന്റെ എല്ലാ സൈക്കിളും എന്താണ്? ഓരോരോ ഫേസുകളാണ്. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫേസസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എഫില് ഏതൊരു ഫേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഡിഗ്രി ഓഫ് ഫേസ് എന്ന് പറയുന്നത്, ഫേസ് എപ്പോഴും ഒരു സൈക്കിൾ ആയിരിക്കും, ക്ലോസ്ഡ് അല്ലെ, സൈക്കിൾ ആണ് ഫേസ് എന്ന് പറയുന്നത് വരിക. ഈ ഡിഗ്രി ഓഫ് ഫേസ് എപ്പോഴും എന്തായിരിക്കും? മിനിമം ഡിഗ്രിനെ, അതായത് മിനിമം ഗേർത്ത്, അതായത് മിനിമം ലെങ്ത്തിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. കാരണം ഡിഗ്രി ഓഫ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ്സ്റ്റ് പാത്ത് ഓഫ് എ സൈക്കിൾ, അല്ലെങ്കിൽ സൈക്കിളിന്റെ പാത്താണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള കർവിന്റെ പാത്താണ്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും എന്തായിരിക്കും? കേനെക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല, ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാകുമ്പോ നമുക്കറിയാം 2m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എഫ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ്, ഡിഗ്രി ഓഫ് എഫ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാൻ? വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ എത്ര നമ്പർ ഓഫ് ഫേസുകൾ ഉണ്ടായിരിക്കും? ഇറ്റാലിയൻ എഫ്.
അപ്പൊ ഇറ്റാലിയൻ എഫ് ഇൻറ്റു കെ എന്ന് എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത്രയും എഫുകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഫേസിന്റെയും ഡിഗ്രി എപ്പോഴും ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പൊ സം ഓഫ് ദി ഡിഗ്രി ഓഫ് ഫേസസ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു കെ. അതാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി എഫിന്റെ സ്ഥാനത്ത് എഫിനെ നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. വിച്ച് ഇംപ്ലൈസ് 2m ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻറ്റു കെ ആണ്. ഇവിടെ എഫ് എന്താണ്? നമ്മളുടെ ഓയിലർ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. എഫ് ഈസ് ഓൾവേസ് ഈക്വൽ ടു എം മൈനസ് എൻ പ്ലസ് ടു അല്ലേ? എം മൈനസ് എൻ പ്ലസ് ടു. അപ്പൊ അപ്ലൈ ചെയ്യാം 2m, which implies 2m greater than or equal to k into m minus n plus 2, which implies 2m less than or equal to km plus k into ഈ n മൈനസ് അല്ലെങ്കിൽ മൈനസ് എൻ പ്ലസ് ടു ഒന്നിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി കെ ഇൻറ്റു മൈനസ് എൻ പ്ലസ് ടുവിനെ അപ്പുറത്തെ കൊണ്ടുവരിക, 2m അപ്പുറത്തൊപ്പം കൊണ്ടുപോവുക. അപ്പൊ ആൻസർ കിട്ടും. അതായത് കെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ്, അപ്പൊ മൈനസ് ഉള്ളൊക്കെ കെ ഇൻറ്റു മൈനസ് എൻ എന്തായി മാറും? പ്ലസ് എൻ മൈനസ് 2 അല്ലേ? ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം മൈനസ് 2m അല്ലേ? കെ എം മൈനസ് 2m. നോട്ടായി പേജ് കെ എം മൈനസ് 2m. ഇനി എമ്മിന് അങ്ങ് പുറത്തെടുത്താൽ എന്താവും? വിച്ച് ഇംപ്ലൈസ് കെ എൻ മൈനസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു കെ മൈനസ് 2. ഇനി ഈ കുഞ്ഞാപ്പൂനെ ഈക്വൽ ടുവിനെ പുറത്ത് കൊണ്ടുവന്നാൽ കെ എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ കെ മൈനസ് 2 അല്ലേ? which is always greater than or equal to m. That is നമുക്ക് കിട്ടിക്കഴിഞ്ഞു. That is ക്ലിയർ ആവുന്നുണ്ടോ? That is m is less than or equal to k into n minus 2 by k minus 2. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത് റിസൾട്ട്. ഓക്കെ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഉപയോഗിച്ചിട്ടാണ് അടുത്ത റിസൾട്ട് കാണുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പീറ്റേഴ്സൺ ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ. എന്താണ് പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചഭുജത്തിന്റെ ഉള്ളിൽ അല്ലെ, ഒരു പെന്റഗണിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നതിനെയാണ്? ഒരു സ്റ്റാർ വരച്ചിട്ട് ഇതാക്കുന്നതിനെയാണ് നമ്മൾ പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലേ? ഞാൻ നോക്കട്ടെ, അല്ലെ സമയത്ത് കൊളാവും. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളില് സ്റ്റാർ വരക്കണം അല്ലേ? അതിനെയാണ് നമ്മൾ പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയാം. മൊത്തം വെർട്ടെക്സ് എന്ന് പറയുന്നത് മൊത്തം വെർട്ടെക്സ് എന്ന് പറയുന്നത് 10 എണ്ണം ഉണ്ടാവും. എഡ്ജ് എന്ന് പറയുന്നത് 15 എണ്ണം ഉണ്ടാവും അല്ലേ? 5ഉം 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 പിന്നെ ഇതിൽ നിന്നും 5 എണ്ണത്തിലേക്കും 15 എണ്ണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പീറ്റേഴ്സൺ ഗ്രാഫ് നോൺ പ്ലാനാർ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ മോള് ഡിസ്കസ് ചെയ്ത തിയറം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗത്ത് കെ ആണെങ്കിൽ, അങ്ങനെ ഒരു കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ് ഉള്ളതിന് ആണ് എങ്കിൽ എം എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു
kn-2/k-2 അതാണ്. അപ്പോൾ ഇവിടുത്തെ ഗേത്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഗേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ കിട്ടണം, ഷോർട്ടസ്റ്റ് സൈക്കിൾ. ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇതൊരു സൈക്കിളാണ്. ആ സൈക്കിള് പക്ഷെ എന്തല്ല 5 ഉണ്ട്, അതിലൊന്നും കുറവുണ്ട് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിച്ചു. ആ സൈക്കിളിലും 5 എണ്ണനാണ്. ഇനി ഈ സൈക്കിൾ നോക്കാം, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കുന്നു, അതും 5 എണ്ണനാണ്. അപ്പോൾ ഇതിന്റെ ഗേത്ത് എന്ന് പറയുന്നത് പ്രൂഫാണ്. ഗേത്ത് എന്താണ്? കെ എന്ന് പറയുന്ന ഗേത്ത് എന്ന് പറയുന്നത് 5 ആണ്. മിനിമം എന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നതൊക്കെ ഒന്നെല്ലാം തോന്നും. ഓക്കെ, പീറ്റേഴ്സൺ ഗ്രാഫ് പി ആണ് എടുത്തത്. അപ്പം എൻ ഓഫ് പി എന്താണ്? എൻ ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വെർട്ടിക്സ് 5 അല്ല വെർട്ടെക്സ്, അപ്പൊ 10. എം ഓഫ് പി എന്താണ്? 5 5 10 10 15. ഓക്കെ, അപ്പൊ 15. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇനി നമ്മൾ പറയാൻ പോവാണ് പി പ്ലനാർ ആണ് എന്ന് എടുത്തു. ഓക്കെ, പി ഈസ് പ്ലനാർ. അങ്ങനെയാണെങ്കിൽ പി പ്ലനാർ ആണ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു n-2/k-2 വിച്ച് ഇംപ്ലൈസ് എം എത്രയാണ്? 15 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എത്രയാണ്? 5 ഇൻറ്റു n-2. n എത്രയാണ്? 10-2/k-2 5-2 that is equal to 15 less than or equal to 5 into 8 divided by 3 which implies 15 less than or equal to 40/3 which implies 3 നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 45 is less than or equal to 40 which is not possible. 45 എപ്പോഴും ഇതിൽക്കും ചെറുതാകാറിയുന്ന നോട്ട് പോസിബിൾ. നോട്ട് പോസിബിൾ. അതുകൊണ്ട് എന്താണ്? പോസിബിൾ, നോട്ട് പോസിബിൾ. അപ്പൊ അതുകൊണ്ട് എന്താണ്? പീസ് കോൺട്രഡിക്റ്റ് ചെയ്താൽ മതി, പീസ് നോൺ പ്ലാനാർ ഗ്രാഫ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാണ്ടോ? എല്ലാവർക്കും അടുത്തെന്ന് തോന്നുന്നു ഉണ്ടോ? ഓക്കെ, ഇനി 2 ഹോംവർക്കുകളാണ് ചെയ്തു വെക്കുക. സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് എവറി സിമ്പിൾ ബൈപാർട്ടേറ്റ് ക്യൂബിക് പ്ലനാർ ഗ്രാഫ് കണ്ടെയ്ൻ എ C4. C4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് 4 ഉള്ള സൈക്കിൾ ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്തത്. രണ്ടാമത്തത് പ്രൂവ് ദാറ്റ് G is a simple connected planar bipartite graph, then M is less than or equal to 2n-4, where n is greater than or equal to 3. ഇത് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിൾ അമ്മാവിലൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത റിസൾട്ടുകൾ ഉപയോഗിച്ചാൽ മതി, കിട്ടും. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും റിസൾട്ട് ഉപയോഗിക്കാം, എന്നാൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.